जटाधारी जय गोपी जनवल्लभा जय गिरिवरधारी जय गिरिवरधारी जय यशोधनंदना जय जय यशोधनंदना जय जय यमुनतिरवनचारि जय जय यमुनतिरवनचारि जय जय यमुनतिरवनचारि जय कुंज बिहारी जय यमुनतिरवनचारि जय कुंज बिहारी जय राधमाधवा जय कुंज जय श्री श्री राधा नील माधव की जय श्रील प्रभुपाद की श्रील गुरुदेव की जय हरे कृष्णा प्रभु माताജി എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം ഇന്ന് ഭാഗവതത്തിലെ അവതാരിക ഇന്നലെ വായിച്ചതിൻ്റെ ബാക്കി വായിച്ചതിന് ശേഷം കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യും ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണം നമസ്കൃത്യ നരം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ जय ग्रंथराज श्रीमद् भागवतम की जय ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जन शलाकया चक्षुरुन्मीलितं येन तस्मै श्री गुरवे नमः वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्णा कृष्णा हरे राम 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 हरे कृष्ण ജീവസത്തകളുടെ ശക്തി ശ്രീമദ് ഭാഗവതം പേജ് നമ്പർ 33 ഫസ്റ്റ് കാൻഡോ പേജ് നമ്പർ 33 വായിക്കുന്നത്. ജീവസത്തകളുടെ ശക്തി ക്ഷേത്രജ്ഞമെന്ന് ശാസ്ത്രീയമായി അറിയപ്പെടുന്നു. ഈ ക്ഷേത്രജ്ഞ ശക്തി ഗുണപരമായി ഭഗവാന് സമമെങ്കിലും അജ്ഞത നിമിത്തം ഭൗതിക ശക്തിയാൽ കീഴടക്കപ്പെടുകയാൽ എല്ലാവിധ ഭൗതിക ക്ലേശങ്ങളാലും ദുരിതം അനുഭവിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ജീവസത്തകൾ ആത്മീയവും ഭൗതികവുമായ ഇരു ശക്തികൾക്കും മധ്യേ പ്രാന്തീയ ശക്തിയാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്.
മാത്രവുമല്ല ജീവസത്തകൾ എപ്രകാരം ആത്മീയവും ഭൗതികവുമായ ശക്തികളുമായി സമ്പർക്കം പുലർത്തുന്നുവോ അതിന് ആനുപാതികമായി അസ്തിത്വത്തിന്റെ ഉച്ച നീച തലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. മുകളിൽ പ്രസ്താവിച്ചതുപോലെ ഭഗവാൻ അധമവും പ്രാന്തികവുമായ ശക്തികൾക്കധീനനാകയാൽ ഭഗവാന്റെ ആത്മീയ ശക്തി അത്യന്ത അസ്തിത്വം, നിത്യ പരമാനന്ദം, അക്ഷയ വിജ്ഞാനം എന്നീ ത്രിവിധ ഘട്ടങ്ങളിലായി സ്പഷ്ടമാക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാന്റെ അനാദ്യന്ത അസ്തിത്വം സന്ധിനി ശക്തിയാലും പരമാനന്ദ വിജ്ഞാനങ്ങൾ താദിനി സംവിത് ശക്തികളാലും യഥാക്രമം നയിക്കപ്പെട്ടിരിക്കുന്നു. പരമ ഊർജ സ്വരൂപനായ ഭഗവാൻ എന്ന നിലയിൽ ആത്മീയവും ഭൗതികവും പ്രാന്തികവുമായ ശക്തികളുടെ നിയന്താവായി दर्शन करो, आरती नहीं करो, आरती करो प्रभु, ओ ये नहीं करो. പരമാനന്ദ വിജ്ഞാനത്താൽ സ്വാതിനി സംവിത് ശക്തികളാലും യഥാക്രമം നയിക്കപ്പെട്ടിരിക്കുന്നു. പരമ ഊർജ സ്വരൂപനായ ഭഗവാൻ എന്ന നിലയിൽ ആത്മീയവും ഭൗതികവും പ്രാന്തികവുമായ ശക്തികളുടെ നിയന്താവ് ഭഗവാനാകുന്നു. ഈ സർവവിധങ്ങളായ ശക്തികൾ ഭഗവാനുമായി കോർത്തിണക്കപ്പെട്ടിരിക്കുന്നത് ശാശ്വത ഭക്തിയുടെ സേവനത്താലാകുന്നു. പരമദിവ്യോത്തമ പുരുഷൻ ഇவ்விധം തന്റെ അതീന്ദ്രിയ ശാശ്വത രൂപത്തിൽ ആനന്ദിക്കുന്നു. പരമപുരുഷനെ അശക്തനെന്ന് സംബോധന ചെയ്യാൻ ഒരുവൻ ധൈര്യപ്പെട്ടതിൽ അമ്പരപ്പുണ്ടാകേണ്ടതില്ല. ഭഗവാൻ സർവശക്തികളുടെയും നിയന്താവാണെന്ന് മാത്രമല്ല, ഭഗവാന്റെ അനേക വിധങ്ങളായ ശക്തികളിൽ ഒന്നിന്റെ അംശങ്ങളാണ് ജീവസത്തകൾ. ആകയാൽ ഭഗവാനും ജീവസത്തകളും തമ്മിൽ നികത്താൻ സാധിക്കാത്ത തരത്തിൽ അന്തരമുണ്ട്. അപ്പോൾ പിന്നെ ഭഗവാനും ജീവസത്തകളും ഒന്നു തന്നെ എന്ന് എങ്ങനെ പറയാനാകും? ജീവസത്തകൾ ഭഗവാന്റെ പരമശക്തിക്ക് സ്വന്തമാണെന്ന് ഭഗവത്ഗീതയിലും വിവരിച്ചിരിക്കുന്നു. ശക്തിയും ശക്തിമാനും തമ്മിലുള്ള ഉറ്റ പരസ്പര സംബന്ധ തത്വത്തിന് സാരം അവ രണ്ടും അഭിന്നങ്ങളാണ്. ആകയാൽ ഭഗവാനും ജീവസത്തകളും ശക്തിയും ശക്തിമാനെയും പോലെ അഭിന്നങ്ങളാണ്. പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം തുടങ്ങിയവയെല്ലാം ഭഗവാന്റെ അധമ ശക്തികളാണ്. എന്നാൽ ജീവസത്തകൾ ഇവയിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ ഭഗവാന്റെ പരമശക്തിയാണ്. ഭഗവത്ഗീതയിലെ 7:4 പാഠഭേദമാണിത്. ഭഗവാന്റെ അതീന്ദ്രിയ രൂപം ശാശ്വതമായി നിലനിൽക്കുന്നതും അതീന്ദ്രിയ പരമാനന്ദ സമ്പൂർണവുമാകയാൽ ഭൗതിക സത്വഗുണ ആവിഷ്കാരമാകുന്നത് എപ്രകാരമാണ്? അതുകൊണ്ട് ഭഗവത് രൂപത്തിൽ വിശ്വസിക്കാത്തവനാരായാലും അവൻ നിശ്ചയമായും അവിശ്വാസിയായ രാക്ഷസനാകുന്നു. അങ്ങനെ അവൻ തൊട്ടുകൂടാത്തവനും തീണ്ടിക്കൂടാത്തവനുമാകുന്നു എന്ന് മാത്രമല്ല, ശക്തനായ രാജാവിനാൽ ശിക്ഷിക്കപ്പെടേണ്ടവനുമാകുന്നു. വേദങ്ങളെ ആദരിക്കാത്തതിനാൽ ബുദ്ധമതക്കാർ നാസ്തികർ എന്ന് അറിയപ്പെട്ടു. എന്നാൽ മുകളിൽ പ്രസ്താവിച്ചതുപോലെ വേദാനുവർത്തികൾ എന്ന കപടഭാവത്തോടെ വേദാനുശാസനങ്ങളെ ധിക്കരിക്കുന്നവർ ബുദ്ധമതക്കാരെക്കാളേറെ അപകടകാരികളാണ്. വേദാന്ത സൂത്രത്തിൽ ശ്രീല വ്യാസദേവൻ കൃപാപുരസരം വേദവിജ്ഞാനം രുചിക്കുകയുണ്ടായി. എന്നാൽ മായാവാദ ദർശനത്തിലെ ശങ്കര സമ്പ്രദായത്തെ പ്രതിനിധീകരിക്കുന്നു. വ്യാഖ്യാനം ശ്രവിക്കുന്ന ഒരുവൻ നിശ്ചയമായും ആത്മസാക്ഷാത്കാര പാതയിൽ നിന്നും വ്യതിചലിക്കുന്നു. വേദാന്ത സൂത്രാരംഭ വിഷയം സൃഷ്ടി തത്വമാകുന്നു. സർവവിശ്വ സൃഷ്ടികളും പരമദിവ്യോത്തമ പുരുഷന്റെ ഭാവനാതീതമായ അഥവാ ദുർജയമായ വിവിധ ശക്തികളിൽ നിന്നും ഉദ്ഭവിച്ചവയാകുന്നു. ഇരുമ്പിനെ സ്വർണമാക്കി
മാറ്റുന്ന മാന്ത്രിക കല്ലിന്റെ ദൃഷ്ടാന്തം സൃഷ്ടി തത്വത്തിന് അനുയോജ്യമാണ്. അളവറ്റ ഇരുമ്പിനെ സ്വർണമാക്കി രൂപാന്തരപ്പെടുത്തിയതിനു ശേഷവും യാതൊരു വ്യത്യാസവും കൂടാതെ മാന്ത്രിക കല്ല് അതേപടി നിലനിൽക്കുന്നു. അതേപോലെ പരമദിവ്യോത്തമ പുരുഷന്റെ ദുർജയമായ ശക്തിയാൽ സമസ്ത പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ടുവെങ്കിലും പരമദിവ്യോത്തമ പുരുഷൻ സമ്പൂർണനായും സ്ഥിതിഭേദരഹിതനായും സ്ഥിതി ചെയ്യുന്നു. പരമദിവ്യോത്തമ പുരുഷൻ പരിപൂർണനാണ്. അനവധി പൂർണ്ണങ്ങൾ പരമദിവ്യോത്തമ പുരുഷനിൽ നിന്നും ഉദ്ഭവിക്കുന്നുവെങ്കിലും പരമദിവ്യോത്തമ പുരുഷൻ പരിപൂർണനായി തന്നെ നിലകൊള്ളുന്നു. നിരപേക്ഷ സത്യത്തിന്റെ രൂപപരിണാമത്തിന് സൃഷ്ടിത്വം ഹേതുവാകും എന്ന് മായാവാദ സിദ്ധാന്തം വാദിക്കുന്നു. ആ വാദം ശരിയെങ്കിൽ വ്യാസദേവ ദർശനം അബദ്ധജടിലമാകും. അതൊഴിവാക്കാനായി അവർ തന്ത്രപൂർവം അവതരിപ്പിച്ചതത്രേ മിഥ്യാതത്വം. എന്നാൽ മായാവാദ ദർശനങ്ങൾ ധരിപ്പിക്കുന്നത് പോലെ ഈ പ്രപഞ്ചം മിഥ്യയല്ല. അതിന് ശാശ്വത അസ്തിത്വമില്ലെന്നതാണ് വാസ്തവം. അനിത്യമായ ഒന്നിനെ അശേഷം മിഥ്യ എന്ന് വിളിക്കുക സാധ്യമല്ല. എന്നാൽ ശരീരം ആത്മാവാകുന്നുവെന്ന സിദ്ധാന്തം നിശ്ചയമായും തെറ്റാണ്. വേദങ്ങളിൽ പ്രതിപാദിക്കുന്ന പ്രണവം ആദിമ സ്തോത്രമാകുന്നു. ഈ അതീന്ദ്രിയ ധ്വനി ഭഗവത് രൂപത്തിന് സമാനമാണ്. സർവവേദ സ്തോത്രങ്ങൾക്കും ആധാരം ഈ പ്രണവ ഓംകാരമാകുന്നു. തത്വമസി വേദസാഹിത്യത്തിലെ പാർശ്വപദം മാത്രമാകയാൽ പ്രഥമ വേദ സ്തോത്രമല്ല. ശ്രീപാദ ശങ്കരാചാര്യർ തത്വമസി എന്ന പാർശ്വപദത്തിന് പ്രഥമ ഓംകാര തത്വത്തെക്കാൾ അധികം പ്രാധാന്യം നൽകുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു വേദാന്ത സൂത്രത്തെ അപ്രകാരം സംവദിച്ചുകൊണ്ട് മായാവാദ പ്രസ്ഥാനത്തിലെ സകല പ്രചാരണങ്ങളെയും തൃണവൽക്കരിച്ചു. വ്യാകരണങ്ങളുടെയും യുക്തിവാദത്തിന്റെയും മായാജാലം സൃഷ്ടിച്ചുകൊണ്ട് ഭട്ടാചാര്യർ തന്റെ മായാവാദ ദർശനത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ചൈതന്യ മഹാപ്രഭു അതിനെയൊക്കെ ശക്തിയുക്തമായി തർക്കങ്ങളിൽ പരാജയപ്പെടുത്തി. നാം എല്ലാവരും പരമദിവ്യോത്തമ പുരുഷനുമായി ശാശ്വതമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ബദ്ധവിനിമയം സാധ്യമാകുന്നത് ഭക്തിയുത സേവനം എന്ന അനശ്വര കർമ്മത്തിലൂടെയാണെന്നും മഹാപ്രഭു സ്ഥിരീകരിച്ചു. ഭഗവത് പ്രേമം പ്രാപ്തമാക്കുകയാണ് അത്തരം വിനിമയത്തിന്റെ മുഖ്യ ഉദ്ദേശ്യം. സമഗ്ര ജീവസത്തകളുടെയും ആകെ തുക ഭഗവാനാകയാൽ എപ്പോൾ ഭഗവത് പ്രേമം ആർജിക്കുന്നുവോ അപ്പോൾ സമഭാവന, അതായത് മറ്റു ജീവികളോട് പ്രേമഭാവം തന്നെ കൈവരും. ഭഗവാനുമായുള്ള ശാശ്വത ബന്ധം, ഭഗവാനുമായുള്ള വിനിമയം, ഭഗവത് പ്രേമ ഭക്തി എന്നീ 3 വിഷയങ്ങൾ ഒഴികെ വേദങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്നവയെല്ലാം വ്യർത്ഥവും കെട്ടിച്ചമച്ചതുമാണെന്ന് മഹാപ്രഭു ഉദ്ബോധിപ്പിച്ചു. ജയ ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ. ഹരേ കൃഷ്ണ. മൈക്കും മ്യൂട്ടാണ്. ഒരു മിനിറ്റ് മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ചെറിയൊരു അക്രോണിംസ് അത് പഠിക്കാൻ പോവുകയാണ്. എത്രയോ ദിവസങ്ങളായിട്ട് നമ്മൾ ഭാഗവതം എല്ലാ ദിവസവും രാവിലെ നമ്മൾ സൂമിലൂടെ കുറച്ച് പേരുടെ ഉണ്ട്, ഇതെല്ലാം നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമുക്ക് കുറെ നല്ല ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ ഭക്തിയിലെ ഗ്രാഫിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഗ്രാഫ്, GRAPH, GRAPH എന്ന് പറഞ്ഞിട്ട് ഗ്രാഫിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ശ്രീമദ് ഭാഗവതം 2nd canto 4ാമത്തെ ചാപ്റ്റർ. ആരെങ്കിലും 2nd canto ഉണ്ടോ? ഇംഗ്ലീഷ്. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? പ്രഭു ശ്ലോകം നമ്പർ പറയണമെന്ന് ഷെയർ ചെയ്യാം. Second canto 4th chapter. ശുകദേവ ഗോസ്വാമിയുടെ പ്രെയർ ആണിത്. യത്കീർത്തനം യത് സ്മരണം യദീക്ഷണം എന്ന് പറഞ്ഞിട്ട് ശ്ലോകമുണ്ട്. ആ ശ്ലോകം എടുക്കാൻ പറ്റും. അത് ശരിക്കും മലയാളത്തിൽ ആ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് സംഭവം കിട്ടില്ല. ശരിക്കും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ മാത്രമേ ഗ്രാഫ് എന്ന് പറയുന്നൊരു സംഭവം വരുള്ളൂ. ശ്രീല പ്രഭുപാദ് വളരെ വ്യക്തമായിട്ട് ആ ഒരു സംഭവത്തിനെ കുറിച്ച് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ. 2-4-15 ശ്ലോക നമ്പർ. ബന്ധു നെറ്റ് ഇഷ്യൂ ആയിട്ട് കട്ടായി പോയി. പ്രഭു ഇപ്പൊ തിരിച്ചു വരാം. എല്ലാവരും ദയവായി വെയിറ്റ് ചെയ്യണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാവോ? ഹരേ കൃഷ്ണ പ്രഭു, ഇംഗ്ലീഷിൽ വായിക്കണോ? മദരി ശ്ലോകം നമ്പർ ഒന്ന് പറയാവോ? ഹരേ കൃഷ്ണ. സോറി, ക്ഷമിക്കണം, പെട്ടെന്ന് കട്ടായി. ശ്രീമദ് ഭാഗവതം 2-4-15. ഇംഗ്ലീഷ് വായിക്കണോ പ്രഭു? ഹരേ കൃഷ്ണ. ആ ഇംഗ്ലീഷ് വായിക്കുന്നതായിരിക്കും നല്ലത് മാതാജി. മലയാളത്തിൽ വായിക്കുമ്പോൾ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടില്ല. ഓക്കെ, ട്രാൻസ്ലേഷൻ ആണോ പർപ്പോട്ട് രണ്ടും വേണം? ശ്രീമദ് ഭാഗവതം 2-4-15 അത് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ഒരു എടുത്തു. സംഭവം. സവൈ ഭഗവതോ രാജ അതല്ലേ? 2-4-15 മാതാജി. 2-4. ഞാൻ വായിക്കാം. യത്കീർത്തനം യത് സ്മരണം യദീക്ഷണം യദ്വന്ദനം യത് ശ്രവണം യദർഹണം
ലോകസ്യ സദ്യോ വിദുനോതി കൽമഷം തസ്മൈ സുഭദ്രാശ്രവസേ നമോ നമഃ യത്കീർത്തനം യത്സ്മരണം യദീക്ഷണം യദ്വന്ദനം യശ്രവണം യദർഹണം ലോകസ്യ സദ്യോ വിദുനോതി കൽമഷം തസ്മൈ സുഭദ്രാശ്രവസേ നമോ നമഃ. ഇവിടെ മാതാജി വന്നിട്ട് ആ ഒരു ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ശ്ലോകത്തിന്റെ ട്രാൻസ്ലേഷനിൽ വരണം. അതായത് നമ്മുടെ ഭക്തിയുടെ ഗ്രാഫിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഗ്രാഫ് ബുക്ക് നമുക്കുണ്ടായിരുന്നു. അത് നല്ലവണ്ണം പഠിക്കുകയാണെങ്കിൽ മാത്രമേ ഗ്രാഫ് ബുക്കിന് എന്തുണ്ടാവുള്ളൂ, പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ, പുരോഗതി ഉണ്ടാവുള്ളൂ, മുകളിലോട്ട് പോകുള്ളൂ. ചില ദിവസങ്ങളിൽ നമ്മുടെ ഭക്തി വന്നിട്ട് എന്താണ് എല്ലാ ദിവസവും കൺസിസ്റ്റൻസിയോട് കൂടിയല്ല നമ്മുടെ ഭക്തി. ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവണമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഭക്തിയെ ഡെയിലി അനലൈസ് ചെയ്യണം. നമ്മൾ എന്തെല്ലാമാണ്, 24 മണിക്കൂറിൽ എത്ര സമയം നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ആ ഒരു സംഭവം നമുക്ക് അനലൈസ് ചെയ്യണം. അതില് മഹാരാജ് ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫ്, GRAPH ആണ് ഗ്രാഫ്. G means glorification. G എന്ന് പറഞ്ഞാല് ഗ്ലോറിഫിക്കേഷൻ. ഗ്ലോറിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് പുകഴ്ത്തുക. ഭഗവാന്റെ നാമരൂപ ഗുണലീലകളെല്ലാം ഇതെല്ലാം നമ്മൾ കേട്ടതിന് ശേഷം ഭഗവാനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യും. അതാണ് ഗ്ലോറിഫിക്കേഷൻ, G. എപ്പോഴാണോ നമ്മൾ ടെമ്പിളിലോ ഇല്ലെങ്കിൽ സത്സംഗങ്ങളിലോ നമ്മൾ ഒരുമിച്ച് വരുന്നത്, ആ സമയത്ത് നമ്മൾ ഗുരുവിനെ കുറിച്ചും കൃഷ്ണനെ കുറിച്ചും മാത്രമേ സംസാരിക്കാവൂ എന്ന് മഹാരാജ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നമ്മള് വേറെ നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്കിലോ ആണ് പോകണമെങ്കിൽ അത് കാക്കകളുടെ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറും. മഹാരാജ് പറഞ്ഞത്, when we have come together, we have to glorify Guru and Krishna. That is our first business. നമ്മുടെ ആദ്യത്തെ ബിസിനസ് എന്ന് പറയുന്നത് ഗുരുവിനെയും കൃഷ്ണനെയും ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് G. G means glorification. അടുത്ത നെക്സ്റ്റ് വന്നിട്ട് R. R means remembrance. റിമംബറൻസ് എന്ന് പറഞ്ഞാല് എല്ലാ ദിവസവും ഭഗവാനെ കുറിച്ച് നമ്മൾ ഓർമ്മിക്കുന്നത് റിമംബറൻസ് ആണ്. പക്ഷേ ശാസ്ത്രം നമ്മളെ അടുത്ത് പറയുന്നു, എപ്പോഴാണോ കൃഷ്ണൻ നമ്മളെ ഓർമ്മിക്കുന്നത്, മഹാരാജൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണോ കൃഷ്ണൻ നമ്മളെ ഓർമ്മിക്കുന്നത് ആ സമയത്തെ നമ്മൾക്ക് കൃഷ്ണനെ ഓർമ്മിക്കാൻ പറ്റും. ഒരു ദിവസം വൈഷ്ണവ പ്രഭു, ദേവകി പ്രഭു എല്ലാവരും കൂടെ മഹാരാജിന്റെ അടുത്ത് ചോദിച്ചു, മഹാരാജ് ഇങ്ങനെ വൃന്ദാവനത്തിൽ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. വൈഷ്ണവ പ്രഭു ആദ്യം പോയി ചോദിച്ചിട്ട് വന്നപ്പോ മഹാരാജ് നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞു കൊടുത്തു. രണ്ടാമത് ദേവകി പ്രഭു പോകാനായിട്ട് മടിച്ചു. പക്ഷെ മഹാരാജ് പറഞ്ഞൊരു വേർഡാണ് വൃന്ദാവൻ മീൻസ് റിമംബറൻസ് ഓഫ് കൃഷ്ണ. നമ്മള് ഇവിടെ നിന്ന് അവിടെ പോകുമ്പോഴും നമ്മുടെ ഹൃദയത്തില് കൃഷ്ണന്റെ റിമംബറൻസ് ഇല്ല എങ്കിൽ നമ്മള് വൃന്ദാവനത്തിൽ പോയിട്ടും കാര്യമില്ല. കാരണം നമ്മൾ ഇവിടെ ഇരുന്നേ നമ്മുടെ ഹൃദയത്തിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിമംബറൻസ് എന്ന് പറയുന്നത്. ആ റിമംബറൻസിൽ ഫസ്റ്റ് നമുക്ക് പറയേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി. അദ്ദേഹത്തിന്റെ കൃപ കൊണ്ടാണ്, അല്ലെങ്കിൽ ഗുരുവിന്റെയും കൃഷ്ണന്റെയും കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസവും എന്നുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എപ്പോഴും വേണം. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ഗ്രേറ്റ്നെസ് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം റിമംബറൻസിൽ വരുന്നതാണ്. ഫസ്റ്റ് G വന്നിട്ട് ഗ്ലോറിഫിക്കേഷൻ. എപ്പോഴാണോ നമ്മൾ ഒരുമിച്ച് കൂടുന്നത്, ആ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഗുരുവിനെയും കൃഷ്ണനെയും കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യണം. രണ്ടാമത്തെ R വന്നിട്ട് റിമംബറൻസ്. റിമംബറൻസ് മീൻ വൃന്ദാവൻ മീൻസ് റിമംബറൻസ് ഓഫ് കൃഷ്ണ. മൂന്നാമത്തേത് ഓഡിയൻസ്. അതില് ഈക്ഷണം എന്ന് പറഞ്ഞിട്ടൊരു ഒരു വേർഡ് ഉണ്ട്. ശ്രോതാക്കൾ അല്ലെങ്കിൽ റാപ്റ്റ് അറ്റൻഷനോട് കൂടി നമ്മൾ കേൾക്കണം.
നമ്മൾ എന്താണ് ഒരു നല്ല രീതിയിൽ നമ്മൾ അതിനെ ശ്രവിക്കണം എന്നുള്ളതാണ്. നല്ല രീതിയിൽ, അതായത് റാപ്റ്റ് അറ്റൻഷൻ ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഭാഗവതം, ഭഗവത്ഗീത ഇതെല്ലാം ഒഴിച്ച് ഹരേ കൃഷ്ണ, കേൾക്കാൻ പറ്റുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, അദ്ദേഹത്തിന് റേഞ്ച് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. 1 മിനിറ്റ് പ്രഭു, അദ്ദേഹത്തെ ഹരേ കൃഷ്ണ മാതാജി, ഇത് ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്ന എന്റെ പ്രശ്നമാണോ? അതെ അതെ പ്രഭു, റേഞ്ച് ഇഷ്യൂ ആ. ഇടയ്ക്ക് കട്ടാവുന്നത് എന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാണോ, അത് വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണോ? പ്രഭുവിന്റെ നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു പ്രഭു. അതെ, എല്ലാവരും ഉണ്ട്. പ്രഭു മാത്രമാണ് ലീവ് ചെയ്തത്. അതെങ്ങനെ എനിക്ക് മനസ്സിലാവില്ല. ഇനി ഫോണിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സോറി, ക്ഷമിക്കും. ഓക്കെ മാതാജി, എന്നെ ഈ കോ ഹോസ്റ്റ് അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടോ? ചിലപ്പോൾ ഇനി അത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണോ എനിക്കറിയില്ല. അല്ല, അങ്ങനെ വരത്തില്ല പ്രഭു, നെറ്റ് ഇഷ്യൂ തന്നെയാ. ആ, നെറ്റിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. നമ്മുടെ ടെമ്പിളിലെ നെറ്റ്വർക്കിന്റെ ചെറിയ പ്രോബ്ലം ഉണ്ടല്ലോ, അതുകൊണ്ടാ. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാതാണ് നല്ലത്. അടുത്ത് വന്നിട്ട് ഓഡിയൻസ്, നമ്മള് റാപ്റ്റ് അറ്റൻഷനോട് കൂടി നമ്മള് ഭാഗവതം ഭഗവത്ഗീത കേൾക്കണം. അതായത് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇത് ഭാഗവതം ഭഗവത്ഗീത ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ പോകും. പക്ഷേ ഭാഗവതം എത്രത്തോളം നമ്മൾ റാപ്റ്റ് അറ്റൻഷനോട് കൂടി ഇരിക്കുന്ന പറഞ്ഞാല് ഇല്ല. ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജന് ഭാഗവതം പറഞ്ഞു കൊടുത്ത സമയത്ത് അവിടെ പരീക്ഷിത് മഹാരാജൻ പറഞ്ഞു കൊടുത്ത സമയത്ത് എല്ലാ ഋഷിമാരും, അവിടെ ഉണ്ടായിരുന്ന എത്ര ഋഷിമാരുണ്ടോ എല്ലാ പേരും 7 ദിവസം പോലും അവർക്ക് ആഹാരമില്ല, 7 ദിവസം അവർ ഉറങ്ങിയിട്ടില്ല. ഈ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവർ ഭാഗവതം കേട്ടു, റാപ്റ്റ് അറ്റൻഷനോട് കൂടി. രണ്ടാമത്തെ എക്സാമ്പിൾ വന്നിട്ട് സൂത ഗോസ്വാമി വന്നിട്ട് 1000 വർഷം ഇത് നടത്തുമ്പോഴും ഈ 1000 വർഷവും ഇവരും ഇതുപോലെ തന്നെ വളരെ റാപ്റ്റ് അറ്റൻഷനോട് കൂടി അത് കേട്ടുകൊണ്ടിരുന്നു. മൂന്നാമത്തത് ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നുണ്ട് ദുന്ദുകാരി ഗോകഥ. അതില് ദുന്ദുകാരി വന്നിട്ട് വളരെ ശ്രദ്ധയോട് കൂടി ഭാഗവതം കേട്ടുകൊണ്ടിരുന്നു. അതായത് ഓഡിയൻസ് ഫസ്റ്റ് വന്നിട്ട് ഗ്ലോറിഫിക്കേഷൻ, ആർ മീൻസ് റിമെമ്പറൻസ്, എ മീൻസ് ഓഡിയൻസ്. ഇപ്പൊ വന്നിട്ട് ഗ്രാ ആയി. ഇനി അടുത്ത പി മീൻസ് പ്രേയേഴ്സ്. നമ്മള് ഭഗവാന് എപ്പോഴാണോ നമ്മൾ കൂളായിട്ട് കാമായിട്ടിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഡേറ്റിയുടെ മുമ്പിൽ വന്നിട്ട് നമ്മൾ പ്രേയേഴ്സ് സമർപ്പിക്കണം എന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും ഭഗവാന്റെ അടുത്ത് നമ്മൾ ഭാഗവത ശ്ലോകങ്ങൾ പ്രേയർ ചെയ്യണം എന്ന് മഹാരാജ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഭാഗവതം 1:11:7:8 2 ശ്ലോകങ്ങളുണ്ട്. ഈ 2 ശ്ലോകങ്ങള് എല്ലാ ദിവസവും നമ്മൾ ഡേറ്റിയുടെ മുമ്പിൽ വരുമ്പോ നമ്മള് ഭഗവാന്റെ അടുത്ത് ഈ 2 ശ്ലോകങ്ങൾ ഗ്ലോറിഫൈ ചെയ്യണമെന്ന് എന്നെ മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ശ്ലോകം ഇത് ഏതാണ്? ഭവായനസ്ത്വം ഭവവേശ്വഭാവന തുമേവ മാതാത സുഹൃത്പതി പിതാ തും സദ്ഗുരുനഃ പരമം ച ദൈവതം യസ്യാനുവൃത്യാ പൃഥിവീ വിഭൂമിമാ അഹോ സനാദാ ഭവദാസ്മയദ്വയം ത്രൈഭീഷ്ടപാനം അപി ദൂരദർശനം പ്രേമസ്മിതസ്നിഗ്ധ നിരീക്ഷണാനനം പശ്യേമ രൂപം തവ സർവസൗഭഗം. ഇത് എത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രേയേഴ്സ് ആണെന്ന് പറയുമ്പോൾ ശ്രീമദ് ഭാഗവതം 1:11:7-8 ശ്ലോകങ്ങൾ.
നമ്മൾ പുതുതായിട്ട് ഒരു ശ്ലോകം എഴുതിക്കൊണ്ടുവന്ന് ഭഗവാന്റെ മുമ്പിൽ വന്ന് പ്രേർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പുതുതായിട്ട് ഒരു പാട്ട് എഴുതിക്കൊണ്ടുവന്ന് ഭഗവാന്റെ മുമ്പിൽ പാടേണ്ട ആവശ്യമില്ല. ഹൈലി എലിവേറ്റഡ് പേഴ്സൺസ് ആയിട്ടുള്ള ആൾക്കാർ ഭഗവാനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ട്. ആ പ്രേയർ ജസ്റ്റ് ഒന്ന് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. നമ്മൾക്ക് റിയലൈസേഷൻ വരുന്നോ റിയലൈസേഷൻ വരുന്നില്ലേ അതെല്ലാം രണ്ടാമത്തെ വിഷയം. ബട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് നമ്മൾ അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കൊരു പ്യുവർ ഡിവോട്ടി ആവണമെങ്കിൽ നാരദ മഹർഷിയുടെ കാലടികളെ പിന്തുടരണം എന്ന് ഭാഗവതം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാരദ മഹർഷിയുടെ ഡിസൈബിൾസ് ആണ് ആരൊക്കെ? ധ്രുവ മഹാരാജ്, പ്രഹ്ലാദ മഹാരാജ്, പ്രാചീന തുടങ്ങി എല്ലാവരും ഭാഗവതത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും നാരദ മഹർഷിയുടെ ഫോളോവേഴ്സ് ആണ്. വ്യാസദേവൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു പ്യുവർ ഭക്തി വരണമെങ്കിൽ മഹാജനോ ഏന ഗദാസബന്ധങ്ങൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് അത് മാത്രം ചെയ്താൽ മാത്രം മതി. അടുത്തത് എച്ച് GRAPH. എച്ച് എന്താണ്? ഹരേ കൃഷ്ണ. ഹിയറിംഗ്. നമ്മള് കേൾക്കണം എല്ലാ ദിവസവും. ശൃണ്വത സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന. പുണ്യശ്രവണ. ഹരേ കൃഷ്ണ. പ്രഭു ഇത് ചിലപ്പം കേൾക്കുന്നില്ലല്ലോ പ്രഭു. ഹരീഷ്ണ. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം, കാരണം എന്റെ ഫോണിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഈ കട്ടാവുന്നത്. എന്തോ ഫോൺ എന്തോ ഹാങ് ആവുന്നത് എന്തോ ആണെന്ന് തോന്നുന്നു. എനിക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. എന്താണ് 2 ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു 10, 15, 20 അങ്ങനെ ആ ഒരു സെക്കൻഡ് കൗണ്ട് ചെയ്തതിന് ശേഷമാണ് ഇത് കട്ടാവുന്നത്. എന്റെ പ്രശ്നമാണോ എന്താണെന്നുള്ള കാര്യം അറിയില്ല. സോ ക്ഷമിക്കണം എല്ലാവരും. അപ്പൊ നമ്മൾ ഗ്രാഫിന്റെ ഇത് തീർന്നു. GRAPH. ഗ്ലോറിഫിക്കേഷൻ, റിമെമ്പറൻസ്, ഓഡിയൻസ്, പ്രേയേഴ്സ് ആൻഡ് ഹിയറിംഗ്. ഇതാണ് ഗ്രാഫ്. എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ ഭക്തിയുടെ ഗ്രാഫ് ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഗ്ലോറിഫിക്കേഷൻ ചെയ്യുന്നുണ്ടോ? നമുക്ക് നല്ല റിമെമ്പറൻസ് വരുന്നുണ്ടോ? നമ്മൾ എന്താണ് ഓഡിയൻസ്, നമ്മൾ അറ്റൻറ്റീവായിട്ടിരുന്ന ഹിയറിംഗ് അറ്റൻറ്റീവായിട്ട് ഇരിക്കുന്നുണ്ടോ? നല്ല ശ്രോതാക്കളാവുന്നുണ്ടോ? പ്രേയേഴ്സ് ചെയ്യുന്നുണ്ടോ? നല്ല രീതിയിൽ ഹിയറിംഗ് അറ്റൻഷനോട് കൂടി നമ്മൾ ഭാഗവത കഥകൾ കേൾക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. എന്താണ് ഭക്തിയിലെ ഗ്രാഫ്. ജയ ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി, ശ്രീല പ്രഭുപാദ് കി, ശ്രീല ഗുരുദേവ് കി. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമന്റ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. പ്രഭു, നമുക്ക് ഈ ഗ്രാഫ് സ്റ്റഡിയായി വെക്കാൻ എന്താ മാർഗം പ്രഭു? ഗ്രാഫ് സ്റ്റഡി ആയിട്ടിരിക്കാനല്ലോ. ആ ഒരു ഇതായിട്ട് അങ്ങനെ മേലും കീഴും അങ്ങനെ പോവാതെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് വരാന്. ഒരു ദിവസം നമ്മൾ ഉത്സാഹത്തോടു കൂടി നേരത്തെ എല്ലാം ചെയ്യും, ഒരു ദിവസം ഭയങ്കര ഡൗൺ ആയി പോകും, അപ്പോ ചാൻഡിങ് കുറച്ച് മോശമാവും. അങ്ങനെയൊക്കെ ഉള്ള സ്ഥിതിയിൽ എന്താ ചെയ്യേണ്ട പ്രഭു? ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജ്ഞാനം ഭൗതിക ലോകവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അത് മനസ്സിലാക്കണം. നമ്മൾ ഇതുവരെ അത് മനസ്സിലാക്കിയിട്ടില്ല. അവസ്ഥയിലാണ് ഇരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രശ്നം. അതായത് വ്യാസദേവന് ഭഗവാൻ ദർശനം കൊടുക്കുന്ന സമയത്ത് വ്യാസദേവൻ എന്തുകൊണ്ട് ഒരു വിഘ്നവും കൂടാതെ ഭാഗവതം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വ്യാസദേവൻ ഭഗവാനോടൊപ്പം അദ്ദേഹത്തിന്റെ
എന്താണ് ബഹിരംഗ ശക്തിയായിട്ടുള്ള മായയെയും അദ്ദേഹം ദർശിച്ചു എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ മായയിലാണ് എന്നുള്ള ബോധം നമുക്ക് വേണം. രണ്ടാമത് ജ്ഞാനം ഈ മെറ്റീരിയൽ വേൾഡുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ആ കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ഫസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റഡിനെസ് വരൂ. നമ്മൾ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം. എന്റെ മഹാരാജ് പറയും, എപ്പോഴാണോ നമ്മൾ നാമം ജപിക്കുന്നത്, ആ നാമം ജപിക്കുന്ന സമയം മുതൽ അത് എൻഡ് ആവുന്ന ടൈം വരെയും പരമാത്മാ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയായിരിക്കണം എന്ന് ചിന്തിക്കും. പക്ഷെ നമ്മൾ നാമം ജപിക്കുമ്പോൾ പരമാത്മാ സംസാരിക്കുന്നു. മൈൻഡ് എവിടെങ്ങാനെല്ലാം പോയിക്കൊണ്ടേയിരിക്കും. മൈൻഡ് എവിടെയെങ്കിലും പോയിക്കൊണ്ടിരിക്കും. നമ്മൾ വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തന്നെ മാല വെച്ചിട്ട് നമ്മൾ പലയിടത്തും സംസാരിക്കും. അത് വന്നു കഴിഞ്ഞാൽ സ്റ്റഡിനെസ് വരത്തില്ല. സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് പറയില്ലേ, സ്ലോ ചെയ്താൽ മതി. നമ്മൾ സിൻസിയർ ആയിരിക്കണം. ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ സിൻസിയർ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. സ്റ്റഡി ആവണമെങ്കിൽ നമ്മൾ സിൻസിയർ ആയിരുന്നു. ശ്രീമദ് ഭാഗവതം 1:6 ഹരേ കൃഷ്ണ. ക്ലിയർ ആയോ? 1:6:26 പർപ്പട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒരു സിൻസിയർ എന്താണെന്നും അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ് എന്താണെന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഓക്കെ, താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു, ക്ലോസ് ചെയ്യട്ടെ പ്രഭു? ഓക്കെ പ്രഭു, ലീവ് ചെയ്തു. താങ്ക് യു, എല്ലാവർക്കും നന്ദി. കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു ക്ലാസ്സിൽ, അതിന് ക്ഷമ ചോദിക്കുന്നു. സോറി, അടുത്ത പ്രാവശ്യം തൊട്ട് ആ ഡിസ്റ്റർബൻസ് ഉണ്ടാകില്ല. താങ്ക് യു സോ മച്ച്. എനിക്ക് ടെമ്പിളിലില്ല, അപ്പോ ഭഗവാനെ കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, എല്ലാവരും ലീവ് ചെയ്തോളൂ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ